ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീറ്ററിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുമ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് വ്യത്യാസം എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. നിലവിൽ അങ്ങനത്തെ ഒരു സൗണ്ട്, വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്നൊരു സൗണ്ട് നിലവിൽ വണ്ടിക്ക് ഇല്ല. പിന്നെ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ഫ്രണ്ട് ബുഷ് സെറ്റ് ഗ്രീസിങ്ങിന്, ക്ലച്ചിൻ്റെ ഭാഗം ഗ്രീസ് ചെയ്യാനായിട്ട്, എയർ ഫിൽറ്റർ ക്ലീനിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നിലവിൽ കേട്ടോ. ബ്രേക്ക് ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്, വേറെ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ് ബുഷ് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിക്കും, ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ, എയർ പ്രഷറൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിടും. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അഴിച്ച് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, ചെറിയ പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കി എടുക്കുക. പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡേവ്, റോളർ അടക്കം വരുന്ന സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റും നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ യൂസ് ചെയ്തതാണത്. കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ആയിട്ടുണ്ട്. ക്ലച്ച് ഔട്ടറിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനറൽ സർവീസ് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യും. പിന്നെ ഗ്രീസിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം, ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, റോളർ വെയിറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അഴിക്കുന്നതാണ്, ഓൾറെഡി ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ നോക്കിയായിരുന്നു, പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടോ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ ഇനി അതല്ലെങ്കിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നമോ അങ്ങനെ നിലവിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നമുക്ക് നിലവിൽ, ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. പിന്നെ തന്നെയല്ല, നമുക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ ഉറക്കാം, അത് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത്. ഇപ്പം നിലവിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നമോ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും നിലവിലില്ല. സാധാരണ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റാണ് കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും, അതിനകത്ത് 20% പെട്രോളിൻ്റെ കൂട്ടത്തിൽ കൂടെ എത്തനോൾ മിക്സ് ചെയ്തിട്ടാണ് വരാം. അതിൻ്റെ റിയാക്ഷൻസ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും, ഇപ്പോൾ ഒരു 10 വണ്ടി കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതാണ്: ഒന്ന്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫായി പോവുക, പിന്നെ പെട്രോൾ ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം അഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 500-550 നമുക്ക് അതിന് ചിലവ് തന്നെ കേസാണ്. വെറുതെ അഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെയാലും പുതിയ ബ്രേക്ക് കേബിളൊക്കെ കിടക്കുന്നത്. ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണ്. കാരണം നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ്. വണ്ടി സെൽഫ് എടുക്കാനായിട്ട് ചെറിയൊരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. സെൽഫ് ആകുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഡിസ്പ്ലേ ഒക്കെ, അതായത് മൊത്തത്തിൽ ഡിസ്പ്ലേ ഡിമ്മായി പോയിട്ട് തിരിച്ച് സ്റ്റാർട്ട് ആവുന്ന ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. നിലവിൽ നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.90 ആ റേഞ്ചിൽ വോൾട്ട് ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോണൊക്കെ അടിക്കുമ്പോൾ ക്ലിയറായിട്ട് വർക്ക് ചെയ്യും, ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നോക്കിക്കോട്ടെ. അപ്പോൾ ഞാൻ താക്കോലൊന്ന് ഓൺ ആക്കുമ്പോൾ തന്നെ ഡിമ്മായി പോകണം നോക്കിക്കോ. താക്കോൽ ഓൺ ആക്കുമ്പോൾ തന്നെ 12.35 ആ റേഞ്ചിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് ഇപ്പോൾ താക്കോൽ ഓഫ് ചെയ്യുമ്പോൾ കയറി ഇത് ഇത്രയും വന്നുണ്ട്. നമ്മളൊന്ന് ലോഡ് ടെസ്റ്റ് നടത്തണം. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5.95 വന്നെ. ശരിക്കും 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് ശരിക്കും വന്നെ. അപ്പോൾ ഇത് ശരിക്കും 5.5-6 വന്നെ. അപ്പോൾ ഉറപ്പായിട്ടും ബാറ്ററി നമുക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വീണ്ടും കാണിക്കും, സെൽഫ് എടുക്കാനായിട്ട് പ്രശ്നം കാണിക്കും, സെൽഫ് സ്റ്റാർട്ട് ആവില്ല, മീറ്റർ ഡിസ്പ്ലേ ഇടയ്ക്ക് സ്റ്റാർട്ടായി ഒന്ന് കട്ടായിട്ട് റീസ്റ്റാർട്ട് ആവുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവും. അതൊക്കെ ഈ ബാറ്ററിയുമായി ബന്ധപ്പെട്ട തന്നെ പ്രോബ്ലമാണ്.
അപ്പോൾ കൈയോടെ ബാറ്ററി മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക, തീരെ പറ്റാണ്ടാകുമ്പോൾ മാറ്റിയാലും മതി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് കയറ്റേണ്ടതായിട്ട് വരും കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പെർമിഷൻ തന്നാൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ള കേസ് നമ്മൾ ഇൻഫോം ചെയ്യണമെന്ന് മാത്രം കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമ്മൾ എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പുതിയ പ്ലഗ് ഇട്ടേക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ സംബന്ധമായിട്ട് വേറെ പ്രോബ്ലംസുമായിട്ട് സൗണ്ടോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു മേജറായിട്ടൊരു കംപ്ലയിൻറ്റോ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടോ ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല ഓടിക്കുമ്പോഴായാലും. മാറ്റേണ്ടി വരുന്ന പാർട്സുകളൊന്നും നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. ഓയിൽ മാറ്റാനായിട്ട് അഴിക്കുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ ഈ ഒരു വാഷ്, അലുമിനിയം വാഷാണ്, അതൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യം അഴിക്കുമ്പോൾ വാഷും അതിൻ്റെ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും മാറ്റി കളയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്. അതല്ലാന്നിട്ട് നമ്മൾ അത് തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും മാറ്റിയിടണം. ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി മാറ്റി വയ്ക്കണം. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ നിലവിൽ സർവീസ് വർക്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പെർമിഷൻ തരാം. പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പരമാവധി നേരത്തെ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക.